നമസ്കാരം. വോയിസ് ഓഫ് പീപ്പിളിന്റെ ഇന്നത്തെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സാധാരണക്കാരന് അത്യാവശ്യമായ ശൗചാലയ സൗകര്യങ്ങൾ ഇന്ന് ലഭ്യമാകുന്നുണ്ടോ? അതിനെക്കുറിച്ച് ജനങ്ങളോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. അസോസിയേറ്റ് സ്പോൺസേഡ് ബൈ ശ്രീ നാരായണ ആയുർവേദ ഹോസ്പിറ്റൽ കളിയിക്കവിള, രത്നകല ഫാഷൻ ജ്വല്ലറി, കൈരളി കോളേജ് ഊരൻവിള ആൻഡ് വ്ലാത്തങ്കര, മാർജിൻ ഫ്രീ ஆண்ட் ஃபுட்வேர் நேட்டிங்கர. அவங்களால போக முடியாது. ஆ. அதனால அவங்க வெளியே தான் போக முடியும். அவுட் சைடில் தான் போடி இருக்கும். நான் பேமெண்ட் பண்ணி அவட போகிறது வசதி இல்லைன்னா வெளியே அவுட்டரில் எங்கே இடம் கிடைக்குதோ அங்கே போகும்போது அது சரி வராது. அது அங்கே അപ്പൊ കേഷ് ഇല്ലാത്തവരുടെ കാര്യം കഷ്ടം. அது நல்லா இருக்கும். அது எல்லாத்துக்குமே ആ. எல்லாத்துக்குமே ஃப்ரீயாக இருக்கும். ഇപ്പൊ സർവീസ് ഇവിടെ കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും എവിടെയായാലും எங்கே வேணாலும் நல்லா இருக்கும். நல்லா இருக்கும். அது நல்லா சர்வீஸ் இருக்கும். ஃப்ரீயாக இருந்தால். ഫ്രീ ആയിരുന്നു. ஆமாம், ஃப்ரீயாக ഈ இருந்தால் കേഷ് കിട്ട വേണ്ട கேஸ் கட்ட வேண்டாம். വേണ്ട. അപ്പൊ അല്ലെ നമുക്ക് അതിനുള്ള സർക്കാർ അല്ലെങ്കിൽ ഗവൺമെന്റ് അതിനുള്ള ഒരു ചെയ്യണം അല്ലേ? ஆமாம், கவர்மெண்ட் தான் செய்யணும். அதை ப்ரைவேட் செய்ய சான்சஸ் இல்லையா? இல்ல, இல்ல. கவர்மெண்ட் தான் செய்யணும். അപ്പോ അത്യാവശ്യമാണ്. ஆமாம், அத்தியாவசியமான முக்கியமானது தானே இது. ആദ്യം അപ്പൊ കേരളത്തിൽ വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ടോ? கேரளாவில் பெட்டராக இருக்குது. ஃப்ரீயாக இருந்தால் பெஸ்ட்டு. ஆனால் ஃப்ரீயாக இருந்தால் கரெக்டாக மெயின்டைன் பண்ண மாட்டாங்க. காசு கொடுத்தாலுமே நம்மளுக்கு அவ்வளோவா மெயின்டைன் பண்ணல. ஆனால் ஓரளவு பெஸ்ட்டாக இருக்குது. ഫ്രീയായിട്ട് ടോയ്ലറ്റ്സ് അവൈലബിൾ ആക്കണം പബ്ലിക്കിൽ. വേറെ എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ? പേയ്മെന്റ് ഇല്ലെങ്കിലും വല്ലാതെ കഷ്ടമല്ലേ? ആ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പോകണ്ടേ? ചില്ലറ കാണത്തില്ല, ആ അതെ. പൈസ അത്ര കാണത്തുള്ളൂ. അങ്ങനെ ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അത് ഇവിടുത്തെ സർക്കാരല്ലേ നോക്കേണ്ടത്. അതിന് വേണ്ടതായിട്ടുള്ള ഇത് ചെയ്യുക. പിണറായി വിജയൻ്റെ ആ ഒരു സർക്കാർ ഇതിനു വേണ്ടി മുൻകൈ എടുക്കുക. ഇല്ലാതെ ഇതിനു വേണ്ടി ഇപ്പം ഇവിടെയുള്ള ഇതിപ്പോൾ ടൂറിസ്റ്റ് ഏരിയയാണ്. അതെ, ഇവിടെയുള്ള ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. പറ്റില്ല ഇത് ഒരു ബിസിനസ് പോലെയാണ് ഇപ്പോൾ ഇരിക്കുന്ന ആൾക്കാർ ചെയ്യുന്നത്. ചെയ്യുന്നത്. അവർക്ക് കാശ് കിട്ടിയാലേ അതൊന്ന് വൃത്തിയാക്കി എടുക്കാനും മറ്റുള്ള കാര്യങ്ങൾ ചെയ്ത് എടുക്കാനുമുള്ള ഇത് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അപ്പോ നമുക്ക് പുറമേക്ക് നോക്കുമ്പോ ഇതിന്റെ സർവീസ് അവൈലബിൾ ആണോ ഇപ്പോ? ഈ ഒരു ടോയ്ലറ്റ് ഇപ്പൊ നമ്മുടെ ട്രിവാൻഡ്രം ടോയ്ലറ്റ് സിറ്റിയിലായാൽ ഇപ്പൊ പോലും ഇവിടെ കുറച്ച് കുറവാണ്. കുറവാണ്. ഇപ്പൊ ഞാൻ ഇന്ന് വൈഫുമായിട്ട് ഇതാ ഇവിടെ വന്നു. ബാത്റൂമിലൊക്കെ പോയിട്ട് വേണം ഇങ്ങോട്ട് എന്റെ കൂടെ വരാൻ പറഞ്ഞത്. അപ്പൊ അതിന് പേയ്മെന്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അത് ചെയ്ത് ചെയ്തേ പേയ്മെന്റിന്റെ പ്രശ്നമല്ല. അല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ അല്ല പിന്നെ സാർ, സാധാരണക്കാരുടെ ഒരു അവസ്ഥയാണ് ഞാൻ പറയുന്നത്. അപ്പൊ സാധാരണക്കാർക്കെന്ന് പറയുമ്പോൾ അതിന് വേണ്ടതായിട്ടുള്ള സൗകര്യങ്ങൾ കുറവാണ്. പക്ഷെ അതിനു വേണ്ടി നമ്മുടെ സർക്കാർ മുൻകൈ എടുക്കണം. എടുക്കണം. ഇവിടുത്തെ വാർഡ് കൗൺസിലർ, പിന്നെ മെമ്പർമാര്, പിന്നെ ഈ ഏരിയ MLA അതെ അവരൊക്കെ മുൻകൈ എടുത്ത് ഇതൊരു ഇപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് ചെറുതായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് വലുതാക്കി എടുക്കുക. അതെ അതെ. അതിനുവേണ്ടി അവർ ശ്രമിക്കുക. ഇതിപ്പോൾ സർക്കാരിനെന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടിങ് മാത്രം നല്ലൊരു എമൗണ്ട് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുക. അതെ അതെ. അപ്പോൾ അതിൽ നിന്നൊരു വിഹിതം ഇതിനു വേണ്ടി അവർ തന്നെ മുൻകൈ എടുത്ത് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരി ശരി. അപ്പോ അല്ലേ നമ്മുടെ ഗവൺമെന്റ് ഇതിൽ നല്ല രീതിയിൽ ഇടപെടുകട്ടെ. അതെ, ഇതിനു വേണ്ടി ഒന്ന് മുൻകൈ എടുക്കുക. എടുക്കുക. മറ്റുള്ള ആവശ്യത്തിന് വേണ്ടി എന്തുമാത്രം കാശ് വെറുതെ കളയുന്നു. അതെ അതെ അതെ. മുൻകൈ എടുത്ത് അവർ തന്നെ ഇതിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നടത്തുക. ഡെവലപ്മെന്റ്സിന്റെ അത്യാവശ്യമായിട്ടുള്ള ഭാഗമാണല്ലോ. അതെ അതെ അതെ. ടോയ്ലറ്റ് എന്ന് പറയുന്നത് മെയിൻ അല്ലേ, ഒരു അതെ. ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്. ബേസിക്സ് എപ്പോഴും നമുക്ക് കൊടുക്കുക എന്നുള്ളതാ. ഫ്രീ അതെ ആയിട്ട് അതെ മാക്സിമം ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുക എന്നുള്ളത്. ഫെസിലിറ്റീസ് കൂട്ടുക, അതെ. നമുക്കുള്ള ബേസിക് നീഡ്സ്. അത്യാവശ്യ ഘടകങ്ങൾ അല്ലേ നമുക്ക് വേണ്ടി ഒരുക്കുക. അതെ, ഇത്തരം ഒരു ഇതൊരു ഇത്തരം ചൂഷണം നല്ലൊരു വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റും. ചെയ്യുക എത്രയും അല്ലേ ഒരു ക്രൗഡൊക്കെ വരുന്നിടത്ത് അതെ. അല്ലെ ഒരു ചെറിയ ഒരു ഇതാക്കാൻ. ക്രൗഡിനുള്ളതെന്ന് മാത്രമല്ല, നമ്മുടെ ഒരു പബ്ലിക് ഏരിയയിൽ എപ്പോഴും നമുക്ക് ബേസിക് നീഡ്സ് കൊടുക്കുക എന്നുള്ളതാ. അതാണ് സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല. തീർച്ചയായും. പബ്ലിക് ബീച്ചുകളിലും പാർക്കുകളിലെല്ലാം നമ്മൾ ഇപ്പോൾ ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി ബുദ്ധിമുട്ട് എന്തായാലും അതെ 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 അതെ. പ്രത്യേകിച്ച് ശംഖുമുഖം ബീച്ച് റിക്വസ്റ്റ് ആണ് സർക്കാരിന് വേണ്ടി ചെയ്യണമെന്ന് തന്നെയാണ് റിക്വസ്റ്റ്. നമ്മുടെ സർക്കാരാണ്, നമ്മൾ അത്രയും ഇതാണ്, അതെ അതെ. ട്രസ്റ്റഡ് ആണ്. ഇപ്പൊ ലേഡീസിനൊക്കെ ഒത്തിരി അതെ ബുദ്ധിമുട്ട് അതെ അതെ. കുട്ടികളെ തന്നെ ഞങ്ങൾ പുറത്താ പോയത്. ഇത്രയും അതെ. നല്ല ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതിൽ തീർച്ചയായിട്ടും അതെ അതെ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ഇത് മാത്രം അല്ലെ ഒരു അതെ അതെ. ഗ്രോ അപ്പ് ആവണം എന്ന് മാത്രമാണ് ചിന്തിക്കുന്നത്. അപ്പൊ ഇത് മെയിൻ ആയിട്ടുള്ള ഒരു മെയിനായിട്ട് വേണം ഈ പബ്ലിക് ബീച്ചുകളിൽ, അതെ അതെ. പാർക്ക് എല്ലായിടത്തും. ഓക്കെ. അപ്പൊ കുട്ടികൾക്കായാലും അല്ലെ തീർച്ചയായിട്ടും. മുതിർന്നവർക്കായാലും തീർച്ചയായിട്ടും. എല്ലാവർക്കും അതെ ഉപകാരപ്പെടുന്നതാണ്. അതെ അപ്പൊ സർക്കാർ നല്ലൊരു തീരുമാനം എടുക്കട്ടെ. തീരെ എടുക്കട്ടെ. ഇതിന് കാരണം നമുക്ക് അത്യാവശ്യം വേണ്ടത് ഇവിടുത്തെ ബീച്ചിന്റെ ക്ലീൻനെസ് അല്ലേ. ബീച്ച് ഇപ്പം ക്ലീൻ അല്ലല്ലോ. ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മൾ സ്ഥിരം വരുന്നതാണ്. എന്തായാലും അതിനൊരു മെയിൻ്റനൻസ് വേണ്ടേ. ഇപ്പം ആ ഒരു സംഭവം നടത്തിക്കൊണ്ട് പോകാം. ഏതായിരുന്നാലും ഒരു സംഭവത്തിന് ഒരു മെയിൻ്റനൻസ് കറക്റ്റ് ചെയ്താലല്ലേ തീർച്ചയായും. അത് വൃത്തിയായിട്ട് പോകത്തുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അതെ അതെ. അതാണ് എൻ്റെ അഭിപ്രായം. ഹൈജീൻ ആയിരിക്കണമെങ്കിൽ അല്ലെ പ്രോപ്പറായിട്ട് ഒരു മെയിൻ്റനൻസ് വേണം. വേണം. അപ്പം അതിനൊരു എന്തായാലും ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ഫണ്ട് എപ്പോഴും ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇങ്ങനൊരു സംഭവം അവർ ആഡ് ചെയ്യുന്നത് ഇത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാനാണ്. പക്ഷെ അത്
പ്രോപ്പറായിട്ട് കൊണ്ടുപോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എൻഷുർ ചെയ്യണം. ബീച്ച് ഹൈജീൻ അല്ല. ഹൈജീൻ അല്ല എന്നാണ് പിന്നെ ഇന്നിപ്പോ നമുക്ക് കുറച്ചുകൂടെ ബീച്ചിൽ ഇറങ്ങാനുള്ള ഒരു ആക്സസ് കിട്ടി, അല്ലെങ്കിൽ അതും കിട്ടാറില്ല. പറയുന്നത്. കൂടുതലും ബോട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടിട്ടേക്കും. എല്ലാവർക്കും ജീവിക്കണം, ശരിയാണ്. പക്ഷേ ഇതിപ്പോ ആൾക്കാർക്കൊരു എൻജോയ്മെന്റ് എന്നുള്ള രീതിക്കല്ലേ പണ്ട് മുതലേ ശംഖുമുഖം ഉള്ളത്. പക്ഷെ ഇപ്പൊ അതങ്ങനെയല്ല, അല്ല ഒത്തിരി ചേഞ്ചസ് ആയിട്ടുണ്ട്. മാറ്റമുണ്ട്. ഇവിടെ ഒരു നല്ല ഒരു ഇത്രയും ആൾക്കാർ വരുന്ന സ്ഥലത്ത് ഒരു ബാത്റൂമും ഇത് അത്യാവശ്യം. അത്യാവശ്യമാണ്. ഏതൊക്കെ ദൂരെ നിന്നാണ് ആൾക്കാർ വരുന്നത്, അവർക്ക് വരുമ്പോൾ നമ്മളടുത്തൊന്നും ചോദിക്കുകയാണ് ഇങ്ങനെ ഒരു ബാത്റൂം ഉണ്ടോ, ഇത്തിരി ഒന്നിന് പോകാൻ. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. കുട്ടികളാ വരുന്നത്, അതെ അതെ അതെ. അതിന് ഒരു ബാത്റൂമും വെച്ചുകൊണ്ടിരുന്ന അത് ഒരു 10 വേണം. എന്ന് വെച്ചാല് ഈ ഇത്രയും സ്ഥലം ആള് വരുന്നിടത്ത് ബുദ്ധിമുട്ടാണ് ഇപ്പോ അല്ലേ? ശംഖുമുഖം എന്ന് പറയുന്ന ഒരു പ്രദേശം ടൂറിസ്റ്റുകൾ ഇപ്പോൾ ഏറ്റവും അധികം വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഇവിടെ കച്ചവടം ചെയ്യുന്ന തൊഴിലാളികൾക്കായാലും വരുന്ന ടൂറിസ്റ്റിനായാലും രണ്ട് ജെൻസിനും ലേഡീസിനുമായിട്ട് ആകപ്പാടെ 4 ടോയ്ലറ്റാണ് ഇവിടെ ഉള്ളത്. പല പ്രാവശ്യമായിട്ടും നമ്മൾ പല മീറ്റിങ്ങുകളിലും കാര്യങ്ങളിലും ഒക്കെ നഗരസഭയോട് ടോയ്ലറ്റ് സൗകര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് പേയ്മെൻറ്റ് കൊടുത്ത് ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് ആയിട്ട് പോലും കുറച്ചധികം ടോയ്ലറ്റുകൾക്കുള്ള ഒരു നടപടി അവരുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത് അധികാരികൾ കാണുവാണെങ്കിൽ ആ കമ്മിറ്റിയിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി ആ ബാത്റൂം സൗകര്യം ഒന്ന് റെഡിയാക്കി തരണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ബാത്ത് ടോയ്ലറ്റിൽ പോകുമ്പോൾ ഭയങ്കര ആളായിരിക്കും, തിരക്കായിരിക്കും, ക്യൂ നിൽക്കണം, ഒരുപാട് ടോയ്ലറ്റ് എല്ലാം വരണം. വന്നാലേ എല്ലാവർക്കും പോകാനുള്ള സൗകര്യം കിട്ടും. ഇപ്പൊ ഒരുപാട് ബുദ്ധിമുട്ടല്ലേ അനുഭവിക്കുന്നത്? ബുദ്ധിമുട്ടാണ്. കുറച്ച് ടോയ്ലറ്റ് കൂടെ വേണ്ടി വരും. ഇപ്പോൾ കുറേ ആൾക്കാർ വരണോണ്ട് നമുക്കും കുറച്ച് ബുദ്ധിമുട്ട് വരും. ചിലവർക്ക് അത്യാവശ്യം പോകാൻ ഇപ്പോൾ പൈസ കാണൂല, ചിലവർക്ക് അതെ. ചിലവർക്ക് ഇപ്പോൾ ബുദ്ധിമുട്ട് ആൾക്കാർ കാണുമ്പോൾ ഫ്രീ ആയിട്ട് പോകാനുള്ള ഫെസിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാം. ചിലവർ കാല് ബുദ്ധിമുട്ടില്ലാത്തവർ വന്നാലും ടക്കനെ പോകാൻ വേണ്ടി ഇപ്പോൾ കുറച്ച് ദൂരം നമ്മൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. തൊട്ടടുത്ത് നിന്നെങ്കിൽ നമുക്ക് കൊണ്ടുപോകാനും പേ ഇല്ലാതെ പോയാൽ അവർക്കൊരു ബുദ്ധിമുട്ടില്ലാതായിരിക്കും. തീർച്ചയായും. പോരാ, കുറച്ചുകൂടെ സൗകര്യങ്ങൾ ചെയ്യണം. ഒരുപാട് അത്യാവശ്യം പഴയതുപോലെ അല്ല, നല്ല തിരക്കും കാര്യങ്ങളും ഉള്ള സ്ഥലം. അതെ 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 കടകളാണെങ്കിലും അങ്ങനെ തന്നെ, ആൾക്കാരാണെങ്കിലും ഒരുപാട് തിരക്കുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അതെ അതെ. ടോയ്ലറ്റ് ഇത്രയല്ല, നിർബന്ധമാണ് അല്ലേ? അവരറിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. മുമ്പ് ഇതുപോലെ ഒരു ലൈറ്റിന്റെ പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു ആ സൈഡില്. ഓക്കെ. അവിടെ പിള്ളേർ ഇരുന്നിട്ട് ചറവന്ന് ഇങ്ങനെ ഇങ്ങനെ നിരങ്ങി വരും. അപ്പൊ അവിടെ എന്ത് ചെയ്ത് നമുക്ക് അറിയില്ലല്ലോ. അതെ അതെ. അതുപോലെ തന്നെയാണ് ഈ ടോയ്ലറ്റിന്റെ കാര്യവും വരുന്നത്. അപ്പൊ അവര് തന്നെയാണ് ഇത് അറിഞ്ഞും കണ്ടും കേട്ടും ചെയ്യേണ്ടത്. അവിടെ ഒന്നും ലൈറ്റ് ഇല്ല ആ സൈഡിൽ, കൊച്ചു പിള്ളേരൊക്കെ ഒരുപാട് അവിടെ ഇരിക്കുന്നതാണ്. ആ, ഓക്കെ. അതുപോലെ തന്നെയാണ് ടോയ്ലറ്റിന്റെ കാര്യം. ടോയ്ലറ്റും ഒരു പുറത്തുനിന്നൊക്കെ വരുന്നവർക്ക് ഒരു ക്ലോക്ക് റൂമും ലഗേജ് ഒക്കെ വെക്കാനുള്ള ഒരു സൗകര്യം ആക്കിയാൽ അതെ. വളരെ നല്ലതായിരിക്കും. ഇപ്പൊ ഒരുപാട് ബുദ്ധിമുട്ട് അല്ലേ? ബുദ്ധിമുട്ടുണ്ട്. ഉണ്ട്. അതെ അതെ. ഇപ്പൊ പേയ്മെന്റ് ചെയ്യുക അതൊരു ഫ്രീ സർവീസ് ആയിട്ട് വന്നാൽ അത്രയും നല്ലതല്ലേ? ഫ്രീ സർവീസ് ആണെങ്കിലും പെയ്ഡ് ആണെങ്കിലും കുഴപ്പമില്ല. കുഴപ്പമില്ല. ഒരു നല്ലൊരു റൂം സർവീസ് ഒക്കെ ഉണ്ടെങ്കിൽ ദൂരെ നിന്നൊക്കെ വരുന്നവർക്ക് അല്ലേ? അതെ. കുറച്ചുകൂടി നല്ലതായിരിക്കും. അല്ല ഇപ്പൊ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് അല്ലേ? അതെ, ബാഗൊക്കെ വെക്കാൻ ഇത് ഇങ്ങനെ ചുമന്ന് നടക്കേണ്ട ഒരു ഒക്കെ ഇതുണ്ട്. ആണ്. അതൊരു ഇത് അപ്പൊ നമുക്ക് നമ്മുടെ ഈ നഗരസഭയോട് അല്ലെങ്കിൽ ഇതിന്റെ നേതൃത്വം നിൽക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? ഇങ്ങനെ ഒരു ക്ലോക്ക് റൂമും അതേപോലെ അതിനുള്ളൊരു സൗകര്യം കൂടെ വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ടോയ്ലറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ ഒരു നഗരം നന്നായിട്ടിരിക്കുമ്പം അത് വൃത്തിയുള്ളതാവണം. അതെ. വൃത്തിയുള്ളതായിരിക്കണമെങ്കിൽ നമുക്ക് നമ്മളെ മനുഷ്യരെ മാത്രം, ജനങ്ങളെ അല്ല, അത് വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത് ഗവൺമെന്റിന്റെയും നഗരസഭയുടെയും കൂടെ ഉത്തരവാദിത്വമാണ്. തീർച്ചയായും. അപ്പം ഒരു ഉത്തരവാദിത്തമുള്ള പൗരൻ അങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ നഗരസഭ കൃത്യമായിട്ട് ടോയ്ലറ്റ്സിന്റെ എണ്ണം ഭയങ്കര കുറവാണ്. ഉള്ളതിലും വൃത്തി എന്നുള്ളത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പൊ അത് നഗരസഭ കൃത്യമായിട്ട് അത് ചെയ്യേണ്ടതാണ്. അല്ല ഇത്രയും ജനങ്ങൾ വരുന്നിടത്ത് ഇവിടെ മാത്രമല്ല പുറത്തായാലും ഇപ്പൊ മ്യൂസിയസ് ആണെങ്കിലും അവിടെയും കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇതുപോലെ ഈ സ്ഥലങ്ങളെ കുറിച്ച് അവർക്ക് കൺസേൺ അല്ല എന്ന് തോന്നുന്നു. ഇവിടെ ഇത്രയും ആൾക്കാർ വരുന്നുണ്ട് എന്നുള്ള കാര്യം അവർ ആലോചിക്കാറേ ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും നാളായിട്ടും ഇവിടെ അങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ലാത്തത് ഭയങ്കര അത്ഭുതപ്പെടുത്തുന്നു. ഇപ്പൊ തന്നെ എത്രയോ പേര് വരുന്നു. അപ്പൊ അത് ഇവിടെ ഇതുപോലുള്ള സ്ഥലങ്ങളിലും പ്രധാനമായിട്ടും പബ്ലിക് ആയിട്ടുള്ള അല്ലേ ടോയ്ലറ്റ് മെയിൻ ആയിട്ട് വേണം. റെസ്റ്റ് റൂം ഒക്കെ വേണമെന്നാ പറയുന്നത്. ശരിയാണ്. അതെ, ശരി. വേണം വേണം. അല്ലെ? ക്ലോക്ക് റൂം എല്ലാം അത്യാവശ്യമാണ്. അതെ, പ്രധാനപ്പെട്ട ആൾക്കാർ വരുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ടോയ്ലറ്റ് അത് കൂടിയേ തീരൂ. പ്രത്യേകിച്ച് ഗേൾസിന്റെ കാര്യത്തിലാണിത് ഏറ്റവും ബുദ്ധിമുട്ട്. തീർച്ചയായും. ഫ്രണ്ട്സുമായിട്ട് വരുമ്പം എല്ലാവർക്കും വേണം, എല്ലാവർക്കും വൃത്തിയുള്ളത് വേണം, ഗേൾസിന് മാത്രമല്ല എല്ലാവർക്കും. നഗരസഭയോട് പറയാനുള്ളത് നഗരത്തിന്റെ വൃത്തി അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പൊ അത് ഒരു പൊളിറ്റിക്കൽ വില്ല് കൂടിയേ തീരൂ. അതിന് പൊളിറ്റിക്കൽ വില്ലില്ലാതെ ഒന്നും നടക്കില്ല നാട്ടില്. അപ്പൊ അത് പ്രധാനപ്പെട്ട ഒരു അജണ്ട ആയിട്ട് തന്നെ വെക്കൂ, ബാക്കി എല്ലാ കാര്യത്തിന്റെയും കൂടെ. നല്ല വൃത്തിയും വേണം. നല്ല ആൾക്കാരൊക്കെ പല ആൾക്കാരൊക്കെ ആയിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് നല്ല ടൂറിസ്റ്റ് വകുപ്പിലൊക്കെ ആൾക്കാർ വന്ന്
ഒക്കെ ചേരുന്ന ഒരു ഏരിയയാണ്. ശംഖുമുഖം എന്ന് പറയുമ്പം ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ശംഖുമുഖം നല്ലൊരു ഏരിയ, നല്ല ബീച്ച്, ബീച്ചാണ്. ആൾക്കാരൊക്കെ കാണാനുള്ള ഒരു ഈ മേഖല, വൈബാണ്. നല്ല മേഖലയൊക്കെയാണ്. അതെ, അതെ. നല്ല സന്തോഷമാണ് കാണാൻ. അപ്പൊ ഈ ടോയ്ലറ്റിന്റെ എണ്ണം കുറഞ്ഞാണ് ആ ഇരിക്കുന്നത്. ഇവിടെ അത് മാത്രമേ ഉള്ളൂ ഇല്ലാത്ത, എന്ന് വെച്ചാൽ അമ്മമാരായാലും സഹോദരിമാരായാലും കുഞ്ഞുങ്ങളായാലും 15 വയസ്സ് മേലോട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്ന് അത്യാവശ്യത്തിൽ പോകാനൊരു സൗകര്യം ഇല്ല. സൗകര്യമില്ല. നല്ല സൗകര്യമൊക്കെ കോർപ്പറേഷൻ ചെയ്യണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത്യാവശ്യം കാര്യങ്ങൾ ഇവിടെ ചെയ്തിരിക്കണം. അതാണ് സർക്കാരും കോർപ്പറേഷനുകളും ചെയ്തേ പറ്റൂന്നാണ് എൻ്റെ ആഗ്രഹം. നിർബന്ധമായിട്ട് ടോയ്ലറ്റ് വേണം, വേണം തീർച്ചയായിട്ടും വേണം. 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 ഇപ്പൊ ലേഡീസ് വന്നാലും കിഡ്സ് വന്നാലും ഇപ്പം നമുക്ക് വേറെ എവിടെയെങ്കിലും പോയിട്ട് പൈസ കൊടുത്താലും പ്രശ്നമില്ല. അതെ, പൈസ കൊടുത്ത് വെച്ചാലും പ്രശ്നമില്ല, നമുക്ക് പൈസ കൊടുത്താലും പോകാൻ പറ്റും. ഇവിടെ അങ്ങനെ ഒരു സൗകര്യം ഇല്ല. വളരെ കുറവാണ്. ഇല്ല. ഇല്ല. ആ, ആ, അതാണ്. ടോയ്ലറ്റ് ഉണ്ട്, പക്ഷെ അതിന്റെ അത് കേരളം നല്ലത്, വേറെ എവിടെയെങ്കിലും പോകണമെന്ന് നല്ലത്. നല്ലത്. കാരണം പ്രത്യേകിച്ച് കുട്ടികളും സ്ത്രീകളും ഒക്കെ വരുന്നതാണ്. അപ്പൊ കുട്ടികൾക്കാണെങ്കിൽ പോലും ഇടയ്ക്ക് പെട്ടെന്ന് ഇപ്പൊ പോകണമെങ്കിൽ ഇപ്പം പുറത്തു പോകേണ്ട അവസ്ഥയാണ്. ശൗചാലയങ്ങൾ കുറച്ചുകൂടി ഭംഗിയാണെങ്കിൽ നമുക്ക് ജനങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടില്ലാതെ കഴിയാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതുപോലെ പ്രത്യേകിച്ച് ടൂറിസ്റ്റ് ഏരിയ ആണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആളുകൾ വരുമ്പം അവർക്ക് ഇങ്ങനെയുള്ള ശൗചാലയങ്ങൾ കൂടുതൽ ഉണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. കൂടുതൽ നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ കഴിയും. അതെ, തീർച്ചയായിട്ടും. കൂടുതൽ പേരിന്ന് ഓടുന്നത് മെയിൻ അല്ലേ നമുക്ക്. അതെ അതെ, തീർച്ചയായിട്ടും. ഇതിനു വേണ്ടിയിട്ടാണ് മിക്ക ആൾക്കാർക്കും പുറത്തു പോകേണ്ട അവസ്ഥയൊക്കെ വരുന്നുണ്ട്. ടോയ്ലറ്റ് എണ്ണം കൂട്ടണം. ജനം കൂടുമ്പോ പിന്നെ ടോയ്ലറ്റിന്റെ എണ്ണവും കൂട്ടണ്ടേ. നമ്മുടെ ജനങ്ങളിങ്ങനെ വരണമെങ്കിൽ തന്നെ എന്റെയൊക്കെ ആവശ്യമില്ലേ. ഒരു 10 കൊല്ലം മുന്നേ ഉള്ള സ്ഥലം തന്നെയാണ് ഇപ്പോഴും. ഇപ്പോഴും മാറ്റമില്ല, ഒരു ഡെവലപ്മെന്റ് ഇല്ലാന്നാണ്. ഡെവലപ്മെന്റ് ഇല്ല. ഇല്ല. അതുകൊണ്ടല്ലേ എല്ലാരും പുറത്തോട്ട് പോകുന്നത്. ഫാമിലി ആയിട്ടൊക്കെ വരുന്നതാണല്ലോ, അപ്പൊ അതുകൊണ്ട് ആ സൗകര്യങ്ങൾ ഒരുക്കി കഴിഞ്ഞാൽ അത് ജനങ്ങൾക്കും അത് ഉപകാരമായി മാറും. വരുന്നവർക്കൊക്കെ അത് വീണ്ടും വരാനൊരു ഇതായിട്ട് അതെ, അതെ, അതെ. ഒരിക്കൽ ഇതിപ്പോ വന്നതിന് ശേഷം പിന്നെ വരാൻ തോന്നത്തില്ല. തോന്നത്തില്ല. ആ, സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ അനുസരിച്ച് ജനങ്ങൾ വീണ്ടും വരും, അതിനുള്ള ടൂറിസം തിരക്കുകൾ വളരും. ഇവിടെ ഇത്രയും പേര് ഓരോ പൈസ ചെലവാക്കിയൊക്കെയല്ലേ ഇവിടെ വരുന്നേ. അപ്പൊ അതിനുള്ള സൗകര്യം കൊടുക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു സൗകര്യം കൂടെ ഉണ്ടാക്കണം. അത് തീർച്ചയായിട്ടും വേണം. അതിനിപ്പോൾ ഒരു പരാതിയായിട്ട് പറയാനില്ല. അത് ഗവൺമെന്റ് ആയിരുന്നാലും കോർപ്പറേഷൻ ആയിരുന്നാലും അത് നോക്കി ഇതുപോലുള്ള ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലങ്ങളിൽ നിർബന്ധമായിട്ട് അത് വെക്കേണ്ട ഒരു ആവശ്യമാണ്. പ്രത്യേകിച്ച് സ്പെഷ്യലി ലേഡീസിന് അത് വളരെ ഉപകാരം ചെയ്യും. ഇവിടെ വരുന്ന ഒരുപാട് സ്ത്രീകൾ ബാത്റൂമിൽ പോകാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. ഈ ശംഖുമുഖത്തിനെ സംബന്ധിച്ചിട്ട് എന്നാലും കോർപ്പറേഷൻ ആയിരുന്നു, ഇത് കോർപ്പറേഷന്റെ പരിധിയിൽ പെടുന്നതാണത്. അതെ, അതെ. അപ്പോൾ കോർപ്പറേഷന്റെ ഭരണാധികാരികൾ അത് വേണ്ട പോലെ കൈകാര്യം ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന കോർപ്പറേഷനോട്. ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ളവര് അല്ലേ, അതെ, ഒരുപാട് അവർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. തീർച്ചയായിട്ടും. അതുപോലെ അത് ഈ ബാത്റൂം എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ പോകുന്ന ആ ഒരു കാര്യത്തിന് ഇപ്പം ഏത് തരക്കാരായിരുന്നാൽ പോലും അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അത് തന്നെയാണ്. അല്ലേ? തീർച്ചയായും. അപ്പോൾ അതിന് ഒരു അത്യാവശ്യം വേണ്ട രീതിയിൽ നല്ല രീതിയിൽ ഒരു ശുചിമുറികളെല്ലാം സ്ഥാപിച്ച് കൊടുക്കേണ്ടത് കോർപ്പറേഷന്റെ ഒരു ഉത്തരവാദിത്തമാണ്. ജനങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കേണ്ട ഒരു, അതെ. ജനങ്ങളെ സേവിക്കുക, ജനങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക, അതെ, അതെ, അതെ. അതങ്ങ് ചെയ്യുക. അല്ലാതെ നമ്മൾ വെറുതെ വൺമാൻ ഷോ കാണിക്കാൻ വേണ്ടി വന്ന് കോർപ്പറേഷനിൽ ഇരുന്നിട്ട് പോയിട്ടൊന്നും ഒരു കാര്യമില്ല. അതെ, ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്യുക, ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്. നമ്മൾ ശരിക്കും ഈ കോർപ്പറേഷൻ ആയിരുന്നാലും ഗവൺമെന്റ് ആയിരുന്നാലും ചെയ്യാൻ വേണ്ടി പറയുന്നത് ആരുടെയും കുത്തക പൈസ കൊണ്ട് ചെയ്യാനല്ല പറയുന്നത്. ഇതിനൊക്കെ നമ്മൾ നികുതി പൈസ കൊടുക്കുന്നതാണ്. തീർച്ചയായും. നമ്മൾ കൊടുക്കുന്ന പൈസയിൽ ജനങ്ങൾക്ക് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് തന്നില്ലെങ്കിൽ പിന്നെ എന്ത് കോർപ്പറേഷൻ എന്ത് ഗവൺമെന്റ്, അത് തീർച്ചയായും. അതിനോട് നമുക്ക് യോജിപ്പില്ല. യോജിപ്പില്ല. ഇപ്പോൾ നമ്മളിവിടെ ഒരു ശുചിമുറി വെക്കാൻ വേണ്ടി പറയുന്നത് തന്നെ കോർപ്പറേഷൻ ഭരിക്കുന്നവരുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവരുന്ന പൈസ വെച്ചിട്ടല്ലല്ലോ ചെയ്യുന്നത്. ഒരിക്കലും അല്ല. നമ്മൾ കൊടുക്കുന്ന പൈസ, തീർച്ചയായും. ജനങ്ങൾ കൊടുക്കുന്ന പൈസ, അതിൻ്റെ ഒരു വിഹിതമാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അതവർ കറക്റ്റായിട്ട് അത് യൂസ് ചെയ്താൽ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഗവൺമെന്റ് നല്ല രീതിയിൽ പോകും. ടൂറിസ്റ്റ് മേഖലയിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇതൊരു വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ, ഞങ്ങളും പല സ്ഥലങ്ങളിലൊക്കെ പോകാറുള്ളവരാണ്. അതെ, അതെ. അവിടെ പോകുമ്പോഴത്തേക്ക് ഇതുപോലെ ഒന്നിനൊക്കെ പോകുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സ്റ്റേജാണ്. അതെ, അതെ. ഇപ്പോഴത്തന്നെ ഈ പറയുന്ന ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ പോലും ഞാനിപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവിടെ ആദ്യം നോക്കിയത് എനിക്ക് ഒന്ന് ബാത്റൂമിന് പോകണമെന്നുള്ളതാണ്. അതെ, അതെ, അതെ. അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ലാത്തത് കൊണ്ട് ക്ഷമിച്ച് സഹിച്ച് അങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഇന്റർവ്യൂ കൊടുക്കുന്ന ഈ സ്പോട്ടിൽ പോലും പിന്നെ നമുക്ക് ആണുങ്ങൾക്ക് വേറെ കുഴപ്പമില്ല, സ്പെഷ്യലി പെണ്ണുങ്ങൾക്ക് വളരെ ഒരു ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ കണ്ടറിഞ്ഞ് ഗവൺമെന്റ് ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് ഇതുപോലുള്ള ടൂറിസ്റ്റ് മേഖലകളിൽ. എന്നാലല്ലേ ടൂറിസം വളരത്തുള്ളൂ. ഇതുപോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്ത സ്ഥലത്ത് നമുക്ക് ടൂറിസം വളരുന്നില്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥം ഇരിക്കുന്നു? ഒരു അർത്ഥമില്ല. ഗോഡ്സം കൺട്രി എന്ന് പറയുന്ന ആ പേരിന് തന്നെ ഒരുപാട് ഡെവലപ്മെന്റ് ഉണ്ട്. ഇവിടെ നമ്മളിവിടെ ഡെവലപ്മെന്റ് ഒന്നും കാണുന്നില്ല. നമുക്ക് ഇത്രയും വയസ്സായി ഇവിടെ ജനിച്ച് വളർന്നവരാണ്. ഒരു ഡെവലപ്മെന്റ് നമ്മൾ കാണുന്നില്ല. ജനിച്ച അന്ന് മുതൽ കാണുന്നത് തന്നെ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ ടൂറിസം വളർത്താൻ പറ്റിയ ഒരു സ്ഥലമാണ് നമ്മുടെ നാട്, കേരളം. എല്ലാ സൗകര്യം, എല്ലാ സംവിധാനങ്ങളും ഉള്ള നാടാണത്.
ഇവിടെ അത് ചെയ്തെടുക്കാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ പിന്നെ ഇവർ വേറെ എവിടെ പോയി ചെയ്യും? നമ്മൾ ടൂറിസം കാണാൻ വേണ്ടി ഇവിടെയുള്ള ആൾക്കാർ വിദേശത്തേക്കാ പോണത് തീർച്ചയായും അല്ലേ? അപ്പൊ അതുപോലുള്ള സെറ്റപ്പ് എല്ലാം ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർ പോകും അങ്ങോട്ട്? ഒരിക്കലും പോകില്ല. അവർ അവിടെ ഉണ്ടാക്കുന്ന പൈസകൾ ഉണ്ടാക്കാൻ പറ്റും ഇവിടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ. അത് മാത്രം ജനങ്ങളുണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അത് വേണ്ടുന്ന രീതിയിൽ അത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അതാണ് അതിന്റെ കാര്യം. ഇവിടുത്തെ റോഡിന്റെ അവസ്ഥകൾ തന്നെ കാണുന്നില്ല. ഇതിപ്പോ വണ്ടി ഓടിച്ച് കട്ടറിലൊക്കെ പൊട്ടിക്കിടക്കുക. ഈ കട്ടറിൽ കൊണ്ട് വണ്ടി ഓടിച്ചിട്ട് വരുന്ന പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സീസണിൽ അല്ലെങ്കിൽ തന്നെ ഇവിടെ പൊതുവെ തിരക്കുള്ള സ്ഥലമാണ്. കുറച്ചുകൂടെ നീറ്റ് ആയിട്ടുള്ള ഹൈജീൻ ആയിട്ടുള്ള ടോയ്ലറ്റ്സ് നല്ലതാണ് അല്ലെ? ആവശ്യമാണ്, അത്യാവശ്യമാണ്. ഇവിടെ അതുപോലെ നമ്മൾ പ്രത്യേകിച്ച് കനോക്കുന്ന ഏരിയയിലൊക്കെ വരുന്നത് സ്ത്രീകളുള്ള സമയത്ത്, ഫാമിലി ആയിട്ട് വരുന്ന സമയത്ത് അവർക്ക് ഇങ്ങനെ പൊതുസ്ഥലത്ത് അങ്ങനെ ഇതാൻ പറ്റത്തില്ല. ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിലേ ആൾക്കാർ വരുള്ളൂ. ഇതൊക്കെ നല്ല അത്രയും ക്രൗഡായിട്ടുള്ള സ്ഥലമല്ലേ, നല്ല ദൂരെ നിന്ന് വരുന്നവരും കൂടെ ഒക്കെയാണ്. അപ്പൊ അവർക്കൊരു വെറുപ്പുണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പോകാൻ അത്ര എക്സൈറ്റഡ് ആയിട്ടാണ് പോകുന്നത്. പിന്നെ വെറുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് പോവില്ല. ഞാൻ ഇപ്പൊ വന്നിട്ട് ഇവിടെ ഒരു 5-7 വർഷം ആകത്തുള്ളൂ. ഞാൻ വന്ന സമയത്ത് ഇവിടെ ടോയ്ലറ്റ് ഇല്ലായിരുന്നു. ഞാൻ ഫാമിലി ആയിട്ട് വരുമ്പോൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇല്ലാതാണ് ഇപ്പൊ പൈസ ഇല്ലാത്തവര് 5 രൂപയാണെങ്കിൽ ഇവര് വിൽക്കുന്നെങ്കിലും അത് ചിലപ്പോ അതും കാണാത്തവര് കാണാം, പറയാൻ പറ്റില്ല. അപ്പം പുറത്തുനിന്ന് വരുന്നവരൊക്കെ നല്ല ഡാർക്ക് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ അവർ ഒന്നിലും വണ്ടി എടുത്തായെങ്കിലും ഇപ്പം റോഡ് സൈഡിലോ അങ്ങനെ പെട്രോൾ പമ്പ് അങ്ങനെയൊക്കെ ആയിരിക്കും പോകുന്നത്. നല്ല ഡാർക്കാണ്. ഇപ്പം പ്രത്യേകിച്ച് അങ്കുവത്ത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര സീനാണ്. ഡെവലപ്പ് ആകണം, ബാത്റൂം സൗകര്യം നല്ലോണം ഉണ്ടായിരിക്കണം. ശംഖുമുഖം എന്ന് പറയുന്ന ബീച്ച് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ നമ്മൾ വരുന്നത് തന്നെ അതുപോലെയുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ വരുന്നത്. നമ്മൾ പല പല സ്ഥലങ്ങളിൽ പോയിട്ടുള്ളത് കൊണ്ട് നമുക്ക് അതിനെ കുറിച്ച് അറിയാം. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള യാതൊരു വികസനവും നമ്മൾ കാണുന്നില്ല. പ്രത്യേകിച്ച് വൃത്തിയുടെ കാര്യത്തിൽ യാതൊരു ഇതും കാണുന്നില്ല. പരിസരവും നന്നായിട്ട് വൃത്തിയാക്കി നമുക്ക് ഈ പറഞ്ഞതുപോലെ അത്യാവശ്യം ലേഡീസിനായാലും ജെന്റ്സിനായാലും പോകാൻ ടോയ്ലറ്റ് സൗകര്യം, ഒന്ന് ഇരിക്കാനുള്ള സൗകര്യം, ഇതൊന്നും പോരാ. ഇത് കണ്ടില്ലേ, ഒരു 90% ആൾക്കാർ നിൽക്കുകയാണ് ചെയ്യുന്നത്. കുറച്ചുകൂടെ ടൂറിസം വികസിപ്പിച്ചാൽ വളരെ ഗവൺമെന്റ് തന്നെയാണ് ഇതിനേക്കാൾ നമ്മളെക്കാളും കൂടുതൽ മെച്ചം കിട്ടുന്നത്. ടൂറിസ്റ്റ് മേഖല വളർത്തുക, കാരണം ഇത്രയും വേണ്ട ആവശ്യമായ നീഡ്സ് കൊടുക്കുക. അതെ അല്ലെ, ഇതിപ്പോ ഒന്നും ഇല്ലാന്ന് പറയും. പിന്നെ ഒരു വേറെ മാർഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നു എന്നേ പറയാനുള്ളൂ. ഡെവലപ്പ് ചെയ്യുക. നന്നായിട്ട് ഡെവലപ്പ് ചെയ്താൽ അതിനനുസരിച്ചുള്ള മെച്ചം ഗവൺമെന്റ് ഉണ്ടാകും. സ്ഥലമാണ് ഇപ്പൊ ഈ ശംഖുമുഖം. പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ അത്യാവശ്യം തോന്നിയാല് അവര് പള്ളികളും അങ്ങനത്തെ സ്ഥലങ്ങളാണ് അന്വേഷിച്ച് പോവേണ്ടത്. പിന്നെ ഹോട്ടലുകൾ പോണം. പക്ഷെ ഇവിടെ അങ്ങനെ കിട്ടാൻ ചാൻസ് ഇല്ല, പോവാൻ പറ്റില്ല. അപ്പോഴത്തേക്കും ഒരു ടോയ്ലറ്റ് സംവിധാനം വളരെ അത്യാവശ്യമാണ്. ഇപ്പൊ പേയ്മെന്റ് ചെയ്യുന്ന ഒരു ടോയ്ലറ്റ്സ് ഒക്കെയാണ് ഇന്ന് കാണുന്നത്. അത് ഒരു സാധാരണക്കാരന് പറ്റിയ ഒരു ഇതാണോ? അതെ, ടോയ്ലറ്റ് ആവശ്യങ്ങൾ അത് പൈസ കൊടുത്ത് കയറേണ്ട അങ്ങനത്തെ ഇതല്ലല്ലോ. നമ്മളിപ്പോ ഫോറിൻ കൺട്രീസിലാണ് എവിടെയാണെങ്കിലും പൈസ കൊടുത്ത് കയറുന്ന ഒരു സിസ്റ്റം ഇല്ല. അപ്പോ അത് ബേസിക് ഒരു കാര്യമാണ്. എപ്പോഴും ക്ലീനിങ്ങിന് ഒരാൾ, ടോയ്ലറ്റ് സംവിധാനം മാത്രമല്ല അതെപ്പോഴും ഹൈജീനായി വെക്കലും അതിനേത് ഇമ്പോർട്ടന്റ് ഉള്ള കാര്യമാണ്. ഡോഗ്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അപ്പോൾ അതെന്താ വേസ്റ്റ് ജനറേഷൻ കാരണമാണ്. അതെല്ലാം ക്ലീൻ ആണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് മെച്ചപ്പെടും അല്ലെ? അപ്പൊ വരുന്ന ആൾക്കാർക്കും നമ്മളെ രാജ്യത്ത് നമ്മുടെ സ്ഥലത്തെ പറ്റി കുറച്ചും കൂടെ ഒരു ഇംപ്രഷൻ ഉണ്ടാവും. തീർച്ചയായും ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന പോലെ അല്ലെ? അപ്പൊ അതുപോലെ തന്നെയാണോ? ഗോഡ്സ് ഓൺ കൺട്രി പ്രകൃതികരമായിട്ടെല്ലാം ഉണ്ട്, പക്ഷെ കുറച്ചും കൂടെ ഹൈജീൻ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറച്ചും കൂടെ ഒന്ന് മെച്ചപ്പെടും. വേറെ നമ്മുടെ രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോ അല്ലെ, വേറെ കൺട്രീസ് വെച്ച് നോക്കുമ്പോ. പക്ഷെ ഇന്ത്യയിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ കേരളം ഭേദമാണ്. പക്ഷെ കുറച്ചും കൂടെ ഈ ഒരു നമുക്ക് എല്ലാ ഫെസിലിറ്റീസും റിസോഴ്സസും ഉണ്ട്. അപ്പം അത് വെച്ചിട്ട് കുറച്ചും കൂടെ ഒന്ന് ഡെവലപ്പ് ആക്കിയാൽ എല്ലാം അടിപൊളിയായിരിക്കും. പിന്നെ സൗകര്യം, നല്ല സൗകര്യം ഉള്ളവരുണ്ട്, ഉള്ള സ്ഥലങ്ങളുണ്ട്. ഈ ഒരു മോശമാക്കുന്നത് പബ്ലിക്കാണ്. പിന്നെ അവരെ ഏതെങ്കിലും കൊട്ടേഷൻ കൊടുത്തിട്ട് അവര് ചെയ്യില്ല, അവരത് വൃത്തിയാക്കില്ല. അതാണ് കാരണം. തീർച്ചയായിട്ടും പബ്ലിക് തന്നെയാണ് അത് അഴുക്കാക്കുന്നത്. എല്ലായിടത്തും ആണേലും ഗവൺമെന്റ് സെക്ടർ ഹോസ്പിറ്റലുകളിലാണേലും ഇപ്പം നന്നായി അവര് ചെയ്യും. പക്ഷെ നമ്മുടെ ആൾക്കാർ തന്നെയാണ് അത് വൃത്തികേടാക്കുന്നത്. ഉറപ്പാണ്. മെഡിക്കൽ കോളേജില് ഒരു സ്പെഷ്യാലിറ്റി ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടുത്തെ ബാത്റൂമും ആ സംഭവങ്ങളും എല്ലാം വൃത്തികേടാക്കിയിരിക്കുന്ന അവിടെ അഡ്മിറ്റ് ആയിരിക്കുന്ന രോഗികളുടെ സ്റ്റാൻഡേർഡ്സ് ആണ്. നമ്മൾ മലയാളികള് നമ്മൾ തന്നെയാണ് ഇത് വൃത്തികേടാക്കുന്നത്. ആദ്യം തുടങ്ങേണ്ടത് നമ്മൾ തന്നെയാണ്. സ്വയം നന്നാവാൻ തുടങ്ങണം, എന്നാൽ മാത്രമേ ഇത് ശരിയാവത്തുള്ളൂ. ഉറപ്പാണ്. അല്ലാതെ നമ്മളിപ്പോ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പബ്ലിക് തന്നെ നമ്മുടെ സ്ഥലമാണ്, ഇത് വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണെന്ന് വിചാരിച്ചാൽ മാത്രമേ വൃത്തിയാവത്തുള്ളൂ. കിഡ്സ് എല്ലാം പിന്നെ പബ്ലിക്കിലായിരിക്കും പോകുന്നത്. അപ്പോൾ ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ
കുറച്ചുകൂടി നല്ലതായിരിക്കും. எங்களுக்கு ஒரு குழந்தை இருக்கா ஓகே. பாப்பா. நாங்க இப்படி வரும்போது அவளுக்கும் அது போல ஆயிடுச்சு. ஓஹோ. ஸோ நாங்க ஸ்ட்ரகிள் பண்ணோம் எந்த இடத்துல கூட்டு போறதுன்னா எல்லாம் பீப்புள் இருக்கிற ஏரியா. அது போல ஒரு എക്സ്ട്രാ இருந்தா நல்லா இருக்கும் இந்த ഏരിയയില இருந்தா. അതെ, ഇപ്പൊ ഒരുപാട് ബുദ്ധിമുട്ടാണ് അല്ലേ, കഷ്ടം. റെസ്റ്റ് റൂം ഫെസിലിറ്റീസ് കൂടി ഉണ്ടെങ്കിൽ ഇനി കൂടുതൽ ക്രൗഡ് കാണും. പബ്ലിക് ടോയ്ലറ്റിന്റെ ഇത് ഇല്ല, ഇല്ല, വളരെ കുറവാണ്. വളരെ കുറവാണ്. ഇപ്പോഴാണ് ഒരെണ്ണ ഇപ്പം പേ ആൻഡ് യൂസ് എന്നും പറഞ്ഞിട്ട് പിന്നെ ടൂറിസത്തിന്റെ അണ്ടറിൽ തന്നെയാണ് അത് വർക്ക് ചെയ്യുന്നത്. അതെ, പക്ഷെ അത് പോരാ. പോരാ, പോരാ. ഒരു ടൂറിസ്റ്റ് ബസ് വന്നു കഴിഞ്ഞാലേ പിന്നെ ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. തീർച്ചയായും തീർച്ചയായും. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒന്ന് പോരാ, ഒരു 4-5 ഇത്രയും crowd ഉണ്ടെങ്കിൽ വരുന്നത് കൊണ്ട് അതെ അല്ലേ? അതെ അവര് വരുന്ന ക്രൗഡ് അതെ അതെ, ക്രൗഡ് ആയതുകൊണ്ടാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ ബീച്ച് സൈഡ് ബീച്ച് സൈഡ് ആകുമ്പം കുറച്ചും കൂടുതൽ ഫെസിലിറ്റീസ് അത്യാവശ്യമാണ്. ഗവൺമെന്റ് എല്ലാ കൊല്ലവും അല്ല 2-3 കൊല്ലത്തിലൊരിക്കൽ പിന്നെ ഇത് ചെയ്യുന്ന മെയിൻ്റനൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ കടലിൻ്റെ ഇതനുസരിച്ച് എല്ലാ കൊല്ലവും കടല് കരയിലോട്ട് വന്ന് ഈ കെട്ടി വയ്ക്കുന്ന എല്ലാം വലിച്ചെടുത്തോണ്ട് പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് അതും ഒരു പ്രശ്നമാണ്. ഗവൺമെന്റ് ഇടയ്ക്കിടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബീച്ചിനെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി. അതെ, ടൂറിസത്തിനെ വളർത്താൻ വേണ്ടി പിന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വേണ്ടത് ടോയ്ലറ്റ് തന്നെയാണ്. അതെ, പിന്നെ ഡെയിലി ഇവിടെ വന്ന് പിന്നെ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. എല്ലാം വെയിലാണ്. വന്നിരിക്കാൻ ഒരു കുടയോ അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള ഒരു ഫെസിലിറ്റീസും അതെ സീറ്റായാലും വളരെ കുറവാണ്. കോർപ്പറേഷൻ അല്ല, അവര് ഫ്രണ്ടിലോട്ട് വന്ന് ഈ ആവശ്യമുള്ള കാര്യങ്ങൾ അവര് ചെയ്തു കൊടുത്താൽ ബേസിക് അതെ ചെയ്തു കൊടുത്താൽ തീർച്ചയായിട്ട് ഇവിടെ ആൾക്കാർ വളരെ വളരെ കൂടുതൽ അതെ അതെ നേട്ടം ഉണ്ടാക്കുകയും അതെ. പൊതു ശൗചാലയങ്ങൾക്കെതിരെയുള്ള ജനങ്ങളുടെ ഒപ്പീനിയൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിനെതിരെ സർക്കാർ നല്ലൊരു മാറ്റം കൊണ്ടുവരുമെന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണുന്നവരെ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.